ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 18. യഹോശാഫാത്തിന് ധനവും ബഹുമാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സഹകരിച്ചു. 2 സംവത്സരം കഴിഞ്ഞ് അവൻ ശമരിയിൽ ആഹാബിന്റെ അടുക്കൽ ചെന്നു. ആഹാബ് അവനും കൂടെയുണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറുത്ത് ഗിലെയാദിലെ റാമോത്തിലേക്ക് തന്നോടുകൂടി ചെല്ലുവാൻ അവനെ പ്രേരിപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട്, നീ എന്നോടുകൂടെ ഗിലെയാദിലെ റാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു. അവൻ അവനോട്, ഞാനും നീയും എൻ്റെ ജനവും നിന്റെ ജനവും ഒരുപോലെയല്ലോ, ഞങ്ങൾ നിന്നോടുകൂടെ യുദ്ധത്തിന് വരാം എന്ന് പറഞ്ഞു. യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഇന്ന് കർത്താവിൻ്റെ അരുളപ്പാട് ചോദിക്കുക എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തി അവരോട്, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്ത് വേണം എന്ന് ചോദിച്ചു. അതിന് അവർ, പുറപ്പെടുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ ദൈവത്തിൻ്റെ സത്യപ്രവാചകനായി ആരുമില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുവാൻ ഇനി ഒരുത്തനുണ്ട്, എന്നാൽ അവൻ എന്നെ കുറിച്ചൊരിക്കലും ഗുണമല്ല, എപ്പോഴും ദോഷമേ പ്രവചിക്കൂ. എനിക്ക് അവനെ ഇഷ്ടമല്ല. അവൻ ഇമ്ളയുടെ മകനായ മീഖായാണ് എന്ന് പറഞ്ഞു. രാജാവ്, അങ്ങനെ പറയരുത് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു വൃത്തിനെ വിളിച്ച്, ഇമ്ളയുടെ മകൻ മീഖായെ വേഗം കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവുമായ യഹോശാഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമര്യയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് താന്താന്റെ സിംഹാസനത്തിലിരുന്നു. പ്രവാചകന്മാരെല്ലാം അവരുടെ സന്നിധിയിൽ പ്രവചിച്ചു കൊണ്ടിരുന്നു. കെനയനയുടെ മകനായ സെദേക്കിയ തനിക്ക് ഇരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി, നീ ഇവ കൊണ്ട് അരാമ്യരെ അവർ നശിക്കുന്നതുവരെ കുത്തിക്കളയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്മാരെല്ലാം അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ റാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. മീഖായെ വിളിക്കുവാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുത്തിൻ്റേതുപോലെ ഇരിക്കണം. നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മീഖാ, കർത്താവാണേ, എൻ്റെ ദൈവം അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. അവൻ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖായെ, ഞങ്ങൾ ഗലീലയിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്ത് വേണമെന്ന് ചോദിച്ചു. അതിന് അവൻ, പുറപ്പെടുവിൻ, നിങ്ങൾ കീഴടക്കും, അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. രാജാവ് അവനോട്, നീ ദൈവനാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്നും എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണം എന്ന് ചോദിച്ചു. അതിന് അവൻ, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേൽ എല്ലാം പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ കർത്താവ്, ഇവർക്ക് നാഥനില്ല, ഇവർ ഓരോരുവൻ താൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ
ഗുണം പ്രവചിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിന് മിഖ പറഞ്ഞത്, എന്നാൽ ദൈവവചനം കേട്ടുകൊള്ളുവിൻ. ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെന്ന് ഗിലെയാദിലെ റാമോത്തിൽ മരിച്ചു പോകേണ്ടതിന് അവനെ ആർ വശീകരിക്കും എന്ന് ദൈവം ചോദിച്ചതിന് ഒരുവൻ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാത്മാവ് മുന്നോട്ട് വന്ന് ദൈവസന്നിധിയിൽ നിന്നു ഞാൻ അവനെ വശീകരിക്കാം എന്ന് പറഞ്ഞു. കർത്താവ് അവനോട് എങ്ങനെ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഞാൻ ചെന്ന് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ വ്യാജത്തിൻ്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ആകയാൽ ഇതാ ദൈവം വ്യാജാത്മാവിനെ നിന്റെ ഈ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു. ദൈവം നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു. അപ്പോൾ കെനയനയുടെ മകനായ സെദാക്കിയ അടുത്തു ചെന്ന് മിഖായെ ചികിട്ടത്തടിച്ചു. നിന്നോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വിട്ടു, ഏതു വഴിയാണ് കടന്നു വന്നതെന്ന് ചോദിച്ചു. അതിനെ മീഖ, നീ ഒളിക്കുവാൻ സ്ഥലം തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞു, നിങ്ങൾ മിഖായെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാഷിൻ്റെയും അടുക്കൽ കൊണ്ടു ചെന്ന് ഇവനെ കാരാഗൃഹത്തിൽ ആക്കി ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുവോളം ജീവിച്ചിരിക്കുവാൻ മാത്രം അപ്പവും ജീവിച്ചിരിക്കുവാൻ മാത്രം വെള്ളവും കൊടുപ്പിൻ എന്ന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുവിൻ. അതിന് മിഖ, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ ദൈവം ഞാൻ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ എന്നും അവൻ പറഞ്ഞു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും ഗിലെയാദിലെ റാമോത്തിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ വേഷം മാറി സേനയിൽ കടക്കും, അങ്ങ് രാജവസ്ത്രം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ യുദ്ധഭൂമിയിൽ കടന്നു. അറാം രാജാവ് തൻ്റെ 32 രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞു അവനോട് ഏറ്റുമുട്ടുവാൻ തിരിഞ്ഞു. അപ്പോൾ യഹോശാഫാത്ത് നിലവിളിച്ചു, കർത്താവ് അവനെ സഹായിച്ചു. അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ട് അവർ അവനെ പിന്തുടരാതെ മടങ്ങിപ്പോയി. എന്നാൽ ഒരുവൻ എതിർച്ചയാ വില്ല് കുലച്ചു ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് എയ്തു. അവൻ തൻ്റെ സാരഥിയോട്, നിന്റെ കൈ നീട്ടി എന്നെ പിടിച്ച് യുദ്ധഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുക, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് യുദ്ധം കഠിനമായി തീർന്നതിനാൽ ഇസ്രായേൽ രാജാവ് സന്ധ്യ വരെ അറാമ്യർക്കെതിരെ രഥത്തിൽ ഇരുന്നു പോരാടി. സൂര്യാസ്തമനത്തിൽ അവൻ മരിച്ചുപോയി. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.